ഒരമ്മയ്ക്ക് സ്വന്തം മകന് വേണ്ടി എത്രത്തോളം പോകാൻ കഴിയും? ഈ ഒരൊറ്റ ചോദ്യത്തിനുള്ള ഉത്തരമാണ് ഈ സിനിമ. എത്ര വൈകിയാലും അമ്മ വരും. ഈ വാചകം ഇപ്പോഴേ മനസ്സിൽ കുറിച്ചിട്ടുള്ളൂ. കാരണം ക്ലൈമാക്സിൽ ഇതറിഞ്ഞ് നിങ്ങളുടെ നെഞ്ചു പിടയ്ക്കും. അവസാന സെക്കൻഡ് വരെ ശ്വാസം അടക്കിപ്പിടിച്ച് മാത്രം കാണേണ്ട ആ അമ്മയുടെയും മകന്റെയും കഥയിലേക്ക് നിങ്ങൾക്ക് സ്വാഗതം. മൂവിയുടെ സ്റ്റാർട്ടിങ്ങിൽ ഒരു വനിതാ ജയിലാണ് കാണിക്കുന്നത്. അവിടെ ഒരു അമ്മ മകന് കഥ പറഞ്ഞു കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. നമുക്ക് ഈ അമ്മയെ അമ്മ എന്നും മകനെ ബാലൻ എന്നും പറയാം. ആ അമ്മ വർഷങ്ങൾക്ക് മുൻപ് ഏതോ കുറ്റത്തിന്റെ ശിക്ഷയിൽ ജയിലിൽ വന്നതാണ്. അവർ ബാലനെ പ്രസവിച്ചതും വളർത്തിയതും എല്ലാം ജയിലിൽ തന്നെയായിരുന്നു. അവരുടെ ശിക്ഷാകാലാവധി കഴിഞ്ഞ് പുറത്തിറങ്ങുന്ന ദിവസമാണ് ഇന്ന്. അവർ അവിടെ നിന്ന് പുറത്തേക്ക് പോകാൻ ഇറങ്ങുമ്പോൾ ഷംനത്ത എന്ന സ്ത്രീ അമ്മയെ വിളിക്കുന്നു. ഷംനത്ത പെൺകുട്ടികളെ വെച്ച് പ്രോസ്റ്റിറ്റ്യൂഷൻ ചെയ്യുന്ന ഒരു സ്ത്രീയാണ്. ആ കുറ്റത്തിനാണ് അവർ ജയിലിലായതും. ഈ അമ്മയുടെ ശിക്ഷാകാലാവധി കുറയ്ക്കാൻ വേണ്ടി സഹായിച്ചത് ഷംനത്തയായിരുന്നു. താൻ ജയിലിൽ നിന്ന് പെട്ടെന്ന് പുറത്തിറങ്ങുമെന്നും അതിനുശേഷം തന്നെ വിളിക്കണമെന്നും പറഞ്ഞ് ഷംനത്ത അമ്മയ്ക്കൊരു ഫോൺ നമ്പർ കൊടുക്കുന്നുണ്ട്. പുറത്തിറങ്ങിയ ശേഷം അമ്മയെ വെച്ച് പ്രോസ്റ്റിറ്റ്യൂഷൻ ബിസിനസ് ചെയ്ത് പൈസ ഉണ്ടാക്കാനാണ് ഷംനത്തയുടെ പ്ലാൻ. പോലീസ് സൂപ്രണ്ടന്റ് അമ്മയ്ക്ക് അവർ അത്ര നാളും ജോലി ചെയ്തതിന്റെ ശമ്പളവും ഒരു NGOയുടെ കാർഡും കൊടുത്തിട്ട് ബാലനെ നല്ലതുപോലെ നോക്കണമെന്ന് പറഞ്ഞ് അവരെ റിലീസ് ചെയ്യുന്നുണ്ട്. പുറത്തിറങ്ങിയ ഉടനെ അമ്മ ഷംനത്ത തന്ന നമ്പരും സൂപ്രണ്ട് തന്ന കാർഡും ഡസ്റ്റ്ബിനിൽ ഇടാൻ വേണ്ടി ബാലനോട് പറയുന്നു. അവിടെ നിന്ന് എങ്ങോട്ട് പോകണമെന്ന് അവർക്കറിയില്ലായിരുന്നു. എന്നിട്ട് അവർ ഒരു ചായക്കടയിൽ കയറി ഭക്ഷണം കഴിച്ചിട്ട് തന്റെ കയ്യിൽ പൈസ ഇല്ല എന്ന് ചായക്കടക്കാരൻ അപ്പൂപ്പന്റെ അടുത്ത് പറയുന്നുണ്ട്. അത് കേട്ട് ചായക്കടക്കാരൻ അപ്പൂപ്പൻ ദേഷ്യപ്പെടുന്നുണ്ടെങ്കിലും ബാലനെ കണ്ട് അയാൾ അവരോട് പൊയ്ക്കോളാൻ പറയുന്നു. അത് കേട്ട അമ്മ തനിക്കിവിടെ എന്തെങ്കിലും ജോലി തരുമോ എന്ന് ചോദിക്കുന്നു. ഭക്ഷണം മാത്രം മതിയെന്നും തങ്ങൾ ഈ കടയിലെ ബെഞ്ചിലെങ്ങാനും കിടന്നോളാമെന്നും പറയുന്നു. തന്റെ വീട് ഇടുക്കിയിലാണെന്നും അവളുടെ ഭർത്താവിനെ ആന ചവിട്ടി കൊന്നതുകൊണ്ട് ആരുമില്ലാതായി ബാലനെയും കൊണ്ട് നാട് വിട്ടിറങ്ങിയതുമാണെന്നും ഒക്കെ അമ്മ ചായക്കടക്കാരൻ അപ്പൂപ്പന്റെ അടുത്ത് പറയുന്നുണ്ട്. ചായക്കടക്കാരൻ അപ്പൂപ്പൻ അവരോട് പേര് ചോദിച്ചപ്പോൾ അവളുടെ പേര് ഇന്ദു എന്നും മകന്റെ പേര് അഭിജിത്ത് എന്നും അവൾ പറഞ്ഞു. ചായക്കടക്കാരൻ അപ്പൂപ്പന്റെ അടുത്ത് പറയുന്ന അതേ കഥയാണ് അമ്മ ബാലന് മൂവിയുടെ സ്റ്റാർട്ടിങ്ങിൽ പറഞ്ഞു കൊടുത്തത്. ഈ അമ്മ പറഞ്ഞ കഥയും അവരുടെ പേരുകളും എല്ലാം കെട്ടിച്ചമച്ചതാണ്. അമ്മയ്ക്ക് തങ്ങളുടെ ഭൂതകാലം ആരും അറിയരുതെന്ന് നിർബന്ധമായിരുന്നു. അതുകൊണ്ടാണ് ഇങ്ങനൊരു കഥ മകന് പഠിപ്പിച്ചു കൊടുത്തതും ആ കഥ എല്ലാവരുടെ അടുത്തും അവർ പറയുന്നതും. ആദ്യം ആ ചായക്കടക്കാരൻ അപ്പൂപ്പൻ ഇവിടെ ജോലിയില്ല എന്ന് പറഞ്ഞ് അവരെ പറഞ്ഞു വിടുന്നുണ്ട്. പിന്നെ കുറച്ചു സമയം ആലോചിച്ചിട്ട് അയാൾ അവരോട് ഇവിടെ തന്നെ ജോലി നോക്കി താമസിച്ചോളാൻ പറയുന്നു. അങ്ങനെ അവർ അവിടെ തന്നെ താമസിക്കാൻ തുടങ്ങി. അടുത്ത ദിവസം ചായക്കടക്കാരൻ അപ്പൂപ്പൻ കടയിൽ എത്തുമ്പോഴേക്കും ഇന്ദു കട തുറന്ന് കച്ചവടം തുടങ്ങിയിരുന്നു. അത് കണ്ട് അയാൾക്ക് നല്ല സന്തോഷമാകുന്നുണ്ട്. അങ്ങനെ ദിവസങ്ങൾ കടന്നു പോകുന്നു. അമ്മ രാവിലെ മുതൽ വൈകുന്നേരം വരെ നന്നായി അധ്വാനിച്ച് ആ ചായക്കടയ്ക്ക് നല്ല ലാഭം ഉണ്ടാക്കാൻ തുടങ്ങിയിരുന്നു. ഇത്ര നാളും ആ ചായക്കടക്കാരൻ അപ്പൂപ്പൻ ഒറ്റയ്ക്കായിരുന്നപ്പോൾ ഈ കടയ്ക്ക് അത്ര ലാഭം ലഭിച്ചിരുന്നില്ല. ഒരു ദിവസം അവിടേക്ക് ഭക്ഷണം പാഴ്സൽ വാങ്ങാൻ വേണ്ടി ഒരു ലോറി ഡ്രൈവർ എത്തുന്നു. അമ്മയെ കണ്ട് അതാരാണെന്ന് അയാൾ ചായക്കടക്കാരൻ അപ്പൂപ്പന്റെ അടുത്ത് ചോദിക്കുന്നുണ്ട്. ആരായാലും നിനക്കെന്താ, എനിക്ക് വേണ്ടപ്പെട്ട ആളാണെന്ന് അയാൾ പറഞ്ഞു. വേണ്ടപ്പെട്ട ആളെന്ന് പറഞ്ഞാൽ നിങ്ങൾ കെട്ടിയതാണോ എന്ന് ചോദിച്ചിട്ട് ചിരിച്ചുകൊണ്ട് ലോറി ഡ്രൈവർ അവിടെ നിന്ന് ഇറങ്ങിപ്പോകുന്നു. അതുകണ്ട് ചായക്കടക്കാരൻ അപ്പൂപ്പൻ വീടിന്റെ ചാവി കൊടുത്തിട്ട് ഇനി ചായക്കടയിൽ താമസിക്കേണ്ട എന്നും തന്റെ മകളും കൊച്ചുമോനുമായി തന്റെ വീട്ടിൽ താമസിക്കാമെന്നും അവളോട് പറയുന്നു. അത് കേട്ട് അമ്മ കുറച്ചു സമയം ആലോചിച്ചിട്ട് ആ ചായക്കടക്കാരൻ അപ്പൂപ്പനോട് ഒന്നും പറയാതെ വീടിന്റെ ചാവി അവിടെ തന്നെ വെച്ച് ആ സ്ഥലം വിട്ടിറങ്ങി. അപ്പോൾ ബാലൻ അമ്മയോട് എന്തിനാണ് മുത്തശ്ശന്റെ കട വിട്ടുപോയതെന്ന് ചോദിക്കുന്നുണ്ട്. അത് കേട്ട അമ്മ നമ്മൾക്ക് ആരും വേണ്ട, നമ്മൾ രണ്ടുപേരും മാത്രം മതിയെന്ന് അവനോട് പറയുന്നുണ്ട്. അപ്പോൾ അവൻ അമ്മയോട് എന്റെ പുതിയ പേരെന്താണ് അമ്മേ, നമ്മുടെ പുതിയ കഥ എന്താണ് അമ്മേ എന്ന് ചോദിക്കുന്നു. അപ്പോൾ അമ്മ അവന്റെ ചെവിയില് പുതിയ പേരും പുതിയ കഥയും അവന് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. എന്നിട്ട് അവിടെ നിന്ന് അടുത്ത ജോലി തേടിപ്പോയി പുതിയ പേരിൽ പുതിയ ആളായി ഓരോരോ ജോലികൾ ചെയ്യുന്നുണ്ട്. തിയേറ്ററിൽ ക്ലീനിങ് ജോലിയും കന്യാസ്ത്രീമാരുടെ കൂടെ മെഴുകുതിരി ഉണ്ടാക്കുന്ന ജോലിയും ഒക്കെ അവൾ ചെയ്യുന്നുണ്ട്. എവിടെയെങ്കിലും ആർക്കെങ്കിലും എന്തെങ്കിലും സംശയം തോന്നിക്കഴിഞ്ഞാൽ ഉടനെ അവൾ ആ ജോലി മാറ്റി അടുത്ത സ്ഥലത്തെത്തി പുതിയ ഐഡന്റിറ്റിയിൽ ജോലിയിൽ ചേരും. ഇപ്പോൾ അമ്മ ഒരു കൺസ്ട്രക്ഷൻ വർക്കാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അവിടെ വെച്ച് ഒരു ഡ്രൈവറെ അവൾ കാണുന്നുണ്ട്. ചായക്കടക്കാരൻ മുത്തശ്ശന്റെ കടയിൽ ജോലി ചെയ്തുകൊണ്ടിരുന്നപ്പോൾ അവിടെ വന്ന ഡ്രൈവർ ആയിരുന്നു അത്. അവളെ കണ്ട ഡ്രൈവർ അവളുടെ പേര് ഇന്ദു അല്ലേ എന്ന് ചോദിക്കുന്നു. അപ്പോൾ അവൾ തന്റെ പേര് മേരി എന്നാണെന്ന് പറയുന്നു. അത് കേട്ട് അയാൾക്ക് എന്തോ സംശയം തോന്നിയിട്ട് അവളോട് തുടരെ ചോദ്യങ്ങൾ ചോദിക്കാൻ തുടങ്ങുന്നുണ്ട്. അയാൾ ചോദിക്കുന്ന എല്ലാ ചോദ്യങ്ങൾക്കും അവളുടെ കയ്യിൽ വ്യക്തമായ ഉത്തരങ്ങൾ ഉണ്ടായിരുന്നു. അവൾ പറയുന്നത് നുണയാണെന്ന് തെളിയിക്കാൻ വേണ്ടി അയാൾ ബാലനെ മാറ്റി നിർത്തി അവളോട് ചോദിച്ച അതേ ചോദ്യങ്ങൾ തന്നെ വീണ്ടും ചോദിക്കുന്നു. അപ്പോൾ ബാലനും എല്ലാ ചോദ്യങ്ങൾക്കും അവൾ പറഞ്ഞ അതേ ഉത്തരം തന്നെയാണ് പറയുന്നത്. ബാലൻ എല്ലാ ചോദ്യങ്ങൾക്കും എങ്ങനെ ഇങ്ങനെ കറക്റ്റായി ഉത്തരം കൊടുക്കുന്നുണ്ടോ എന്ന് വെച്ചാൽ അവന്റെ അമ്മ ഓരോ പേരും ജോലിയും മാറ്റുമ്പോൾ ഓരോ പുതിയ കഥയും ഉണ്ടാക്കും. ആ കഥകളെല്ലാം ആദ്യമേ അമ്മ ബാലനെ പഠിപ്പിക്കുന്നുണ്ടാകും. അപ്പോൾ ആർക്കും അവരെ കുറിച്ചൊരു സംശയം തോന്നില്ല. ഇപ്പോൾ ഇവിടെ ഒരാൾക്ക് അവളുടെ മുകളിൽ സംശയം വന്നതുകൊണ്ട് ആ ജോലി വിട്ട് അവർ വേറെ എവിടേക്കെങ്കിലും പോകേണ്ടി വരുന്നു. അടുത്തതായി അമ്മ ഒരു വീട്ടിൽ വേലക്കാരിയായിട്ടാണ് ജോലി ചെയ്യുന്നത്. ആ വീട്ടിൽ ബാലന്റെ അതേ പ്രായമുള്ള ഒരു കുട്ടിയും ഉണ്ടായിരുന്നു. അവന്റെ പേര് വാസുദേവ് എന്നാണ്. ആ കുട്ടിയുടെ അച്ഛൻ ഗൾഫിലാണ്.
അവിടെ ആ വീട്ടിൽ ആ കുട്ടിയും അവന്റെ അമ്മയും മാത്രമായിരുന്നു ഉണ്ടായിരുന്നത്. അങ്ങനെ ഇരിക്കെ ഒരു ദിവസം വാസുദേവിന്റെ സ്കൂൾ ഓട്ടോ ആക്സിഡന്റ് ആയി ആ കുട്ടി മരിക്കുന്നു. ഇനി ഇവിടെ നിൽക്കാൻ പറ്റില്ല എന്ന് അവർക്ക് മനസ്സിലായി. സിറോക്സ് എടുക്കാൻ വേണ്ടി കൊണ്ടുപോയ വാസുദേവിന്റെ കുറച്ച് സർട്ടിഫിക്കറ്റും ID കാർഡും എല്ലാം എടുത്തുകൊണ്ട് അമ്മയും ബാലനും അവിടുന്ന് ഇറങ്ങുന്നു. പിന്നെ എങ്ങോട്ട് പോകുമെന്ന് ആലോചിച്ച് ബസ് സ്റ്റോപ്പിൽ ഇരുന്ന സമയത്ത് അവിടെ വെച്ച് അവർ ഒരു ഭ്രാന്തിയായിട്ടുള്ള സ്ത്രീയെ കാണുന്നുണ്ട്. അമ്മ ആ സ്ത്രീയുടെ കയ്യിൽ ഒരു ID കാർഡ് കണ്ടു. ആ ഭ്രാന്തിയായ സ്ത്രീക്ക് ഒരു ബണ്ണ് കഴിക്കാൻ വേണ്ടി കൊടുത്ത് അവരുടെ അടുത്ത് നിന്ന് ID കാർഡ് അവർ വാങ്ങുകയാണ്. ആ ID കാർഡിൽ അവളുടെ പേര് ഷേർലി എന്നാണ്. അതൊരു ഹോം നേഴ്സിന്റെ ID കാർഡ് ആയിരുന്നു. അമ്മ ഹോം നേഴ്സിന്റെ ജോലിയുടെ ഒരു പരസ്യം പത്രത്തിൽ ആദ്യമേ കണ്ടിരുന്നു. ഈ ID കാർഡ് വെച്ച് പുതിയൊരു ഐഡന്റിറ്റിയിൽ ജീവിക്കാമെന്ന് അവർ വിചാരിക്കുന്നുണ്ട്. പത്രത്തിൽ നിന്ന് നമ്പർ എടുത്ത് അവർ പരസ്യം കൊടുത്ത ആളെ വിളിക്കുന്നുണ്ട്. ഐപ്പ് എന്നാണ് അയാളുടെ പേര്. ഒരു അമ്മച്ചിയെ നോക്കാനാണ് ഹോം നേഴ്സിന് വേണ്ടത്. അവരുടെ ബാക്കിയുള്ള ബന്ധുക്കളെല്ലാം വിദേശത്താണ്. ഐപ്പിനെയാണ് നാട്ടിലുള്ള എല്ലാ കാര്യങ്ങളും നോക്കാൻ വേണ്ടി അവർ ഏൽപ്പിച്ചിരിക്കുന്നത്. ആ അമ്മച്ചി ഒരു വീൽ ചെയറിലാണ് ഉള്ളത്. മാത്രമല്ല അവർ ഭയങ്കര ദേഷ്യക്കാരിയുമാണ്. അമ്മ ഷേർലി എന്നൊരു ഐഡന്റിറ്റിയിലേക്ക് മാറിയ സ്ഥിതിക്ക് ഇനി നമുക്ക് അമ്മയെ ഷേർലി എന്ന് തന്നെ വിളിക്കാം. ഐപ്പ് കൊടുത്ത അഡ്രസ്സിലേക്ക് ബാലനും ഷേർലിയും പോകുന്നുണ്ട്. അവിടെ ചെന്നപ്പോൾ ആരെയും കാണുന്നില്ല. ഐപ്പ് വാതിൽ തുറന്നു കിടക്കുമെന്നും ഡയറക്റ്റ് ആയിട്ട് ഉള്ളിൽ പൊക്കോളാനും പറഞ്ഞിരുന്നു. അതനുസരിച്ച് അവർ രണ്ടുപേരും വാതിൽ തുറന്ന് ഉള്ളിലേക്ക് കയറുന്നു. ഉള്ളിലെത്തിയപ്പോൾ അവിടെ ഉണ്ടായിരുന്ന ലാൻഡ് ഫോൺ അടിക്കുന്നുണ്ട്. അത് കേട്ട് ഷേർലി ആ ഫോൺ എടുക്കുന്നു. അപ്പോൾ വിളിച്ചത് ആ വീട്ടിലെ അമ്മച്ചിയുടെ മകനായിരുന്നു. നീയാണോ അമ്മയെ പുതിയതായി നോക്കാമെന്ന ഹോം നേഴ്സ് എന്ന് ചോദിക്കുന്നു. എന്നിട്ട് അയാൾ എല്ലാ മാസവും 1-ാം തീയതി ഫോൺ വിളിക്കുമെന്നും പറയുന്നുണ്ട്. തന്റെ അമ്മ ഒരു പ്രത്യേക സ്വഭാവക്കാരിയാണെന്നും അവരെ നന്നായി നോക്കണമെന്നും പറഞ്ഞ് അവൾ തിരിച്ചൊന്നും പറയുന്നത് കേൾക്കാതെ ഫോൺ വെക്കുന്നു. അവൾ ആ ഫോൺ വെച്ച് തിരിയുമ്പോൾ ഒരു വയസ്സായ സ്ത്രീ വീൽ ചെയറിൽ തോക്കു ചൂണ്ടി അവർക്ക് നേരെ നിൽക്കുന്നുണ്ടാകും. അവർ ആ തോക്കു ചൂണ്ടുന്ന കണ്ടിട്ട് ബാലൻ 2 കൈയും പൊക്കി പിടിച്ചിട്ടുണ്ട്. ഈ അമ്മച്ചിയെ നോക്കാൻ വേണ്ടിയാണ് ഷേർലി എന്ന പേരിൽ ഇവളിവിടെ വന്നത്. അവരോട് അമ്മ തന്റെ പേര് ഷേർലി എന്നാണെന്നും ഐപ്പാണ് എന്നെ ഇങ്ങോട്ട് പറഞ്ഞു വിട്ടതെന്നും പറയുന്നു. അത് കേട്ട അമ്മച്ചിക്ക് അവൾ അവരെ നോക്കാൻ വേണ്ടി വന്നതാണെന്ന് മനസ്സിലായി. അവളോട് ഭക്ഷണം ഉണ്ടാക്കി തരാൻ വേണ്ടി അമ്മച്ചി പറയുന്നുണ്ട്. അങ്ങനെ ഷേർലി അമ്മച്ചിക്ക് ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കുന്നു. ബാലൻ അമ്മച്ചിയെ കണ്ടത് മുതൽ ഭയങ്കര പേടിയാണ്. അവർ അമ്മയെയും അവനെയും എന്തെങ്കിലും ചെയ്യുമോ എന്നാണ് അവന്റെ പേടി. ഷേർലി അവർ അവരെ ഒന്നും ചെയ്യില്ല എന്ന് പറഞ്ഞു ബാലനെ സമാധാനിപ്പിക്കുന്നു. അങ്ങനെ കുറച്ചു ദിവസം കഴിയുന്നു. ഷേർലി അമ്മച്ചിയോട് നിങ്ങൾ ആരോടും സംസാരിക്കില്ല എന്നാണല്ലോ നിങ്ങളുടെ മകൻ പറഞ്ഞതെന്ന് ചോദിക്കുന്നു. ഞാൻ എന്റെ മകനോട് മാത്രമാണ് സംസാരിക്കാത്തതെന്ന് അവർ പറഞ്ഞു. എന്നിട്ട് എന്തുകൊണ്ടാണ് മകനോട് സംസാരിക്കാത്തതെന്നും അവർ പറയുന്നുണ്ട്. എന്റെ ഭർത്താവ് സ്വാതന്ത്ര്യ സമര സേനാനിയായിരുന്നു. അയാൾ അഹിംസവാദിയൊന്നുമല്ലായിരുന്നു. ബ്രിട്ടീഷുകാരോട് എതിർത്ത് പോരാടിയ ഒരാളായിരുന്നു. അങ്ങനെയുള്ള ഒരാളുടെ മകനായിട്ടും ബ്രിട്ടീഷുകാരുടെ അടിമയായി വേറൊരു നാട്ടിൽ ജോലി ചെയ്യുന്ന അവനോട് താൻ ഒരിക്കലും മിണ്ടില്ലെന്നും അവർ പറയുന്നുണ്ട്. ഇത്രയും കാലമായിട്ടും എങ്ങനെയാണ് ഇങ്ങനെ മിണ്ടാതിരിക്കുന്നതെന്ന് ഷേർലി ചോദിക്കുന്നു. ബ്രിട്ടീഷുകാർ എന്റെ ഭർത്താവിനെ പിടിക്കാൻ വേണ്ടി എന്നെ കുറെ ചിത്രവധം ചെയ്തിട്ട് പോലും ഞാൻ അവരുടെ അടുത്ത് എന്റെ ഭർത്താവിന്റെ ഡീറ്റെയിൽസ് ഒന്നും പറഞ്ഞു കൊടുത്തിട്ടില്ല. അത്രയും ഒന്നും ബുദ്ധിമുട്ടില്ല തന്റെ മകന്റെ അടുത്ത് സംസാരിക്കാതിരിക്കുമ്പോൾ എന്നും അവർ പറയുന്നുണ്ട്. തന്റെ മകനോട് ഒരിക്കലും ക്ഷമിക്കില്ല എന്നാണ് അവർ ഉറച്ചു പറയുന്നത്. ഷേർലിയുടെ പെരുമാറ്റം പതുക്കെ അമ്മച്ചിക്ക് ഇഷ്ടപ്പെട്ടു വരുന്നുണ്ട്. അങ്ങനെ കുറച്ചു ദിവസം കടന്നുപോയി. ഷേർലി ബാലനെ അവിടെ അടുത്തുള്ള ഒരു സ്കൂളിൽ ചേർക്കുന്നുണ്ട്. മരിച്ചുപോയ വാസുദേവിന്റെ ഡോക്യുമെന്റ്സ് വെച്ചായിരുന്നു അവൻ അഡ്മിഷൻ എടുക്കുന്നത്. സ്കൂളിൽ പഠിക്കാൻ പോകുന്നത് ആദ്യമൊക്കെ ബാലന് വല്ലാത്തൊരു സ്ട്രേഞ്ചായ അനുഭവമായിരുന്നു. പക്ഷെ പോകെ പോകെ ആ സ്കൂളും കൂട്ടുകാരും ഒക്കെ അവൻ ഇഷ്ടമാകുന്നുണ്ട്. അങ്ങനെ ഇരിക്കെ ഒരു ദിവസം മാങ്ങ പറിക്കാൻ വേണ്ടി കുറച്ചു കുട്ടികൾ അമ്മച്ചിയുടെ കോമ്പൗണ്ടിലെ മരത്തിലേക്ക് ആരും കാണാതെ കയറുന്നുണ്ട്. അതിന്റെ ശബ്ദം കേട്ട് എഴുന്നേറ്റ അമ്മച്ചി ഗണ്ണിൽ ഉണ്ട നിറച്ച് വീൽ ചെയർ കൊണ്ട് പെട്ടെന്ന് തന്നെ മുറ്റത്തെത്തുന്നു. എന്നിട്ട് ഗണ്ണ് വെച്ച് കുട്ടികൾ കയറി നിൽക്കുന്ന മാവിൽ വെടിവെച്ചു. പേടിച്ച കുട്ടികൾ മാവിൽ നിന്ന് ഇറങ്ങി ഓടി രക്ഷപ്പെടുന്നു. ഇത് കണ്ട് അവിടേക്ക് വന്ന ഷേർലി അമ്മച്ചിയുടെ അടുത്ത് ദേഷ്യപ്പെടുന്നുണ്ട്. അമ്മച്ചി വെടിവെച്ചത് കാരണം മരത്തിലുണ്ടായിരുന്ന കുട്ടികൾക്ക് എന്തെങ്കിലും സംഭവിക്കുമോ എന്നായിരുന്നു അവളുടെ പേടി. എന്നോട് വന്ന് ദേഷ്യപ്പെടുന്നു എന്ന് ചോദിച്ച് അമ്മച്ചി ദേഷ്യത്തോടെ തോക്ക് ഷേർലിയുടെ നേരെ ചൂണ്ടി കാഞ്ചി വലിക്കുന്നു. വെടിയുണ്ടയുടെ ശബ്ദം കേൾക്കുന്നുണ്ടെങ്കിലും ഷേർലിക്കൊന്നും പറ്റുന്നില്ല. അപ്പോൾ അമ്മച്ചി ഇതിൽ നിന്ന് ശബ്ദം മാത്രമേ വരികയുള്ളൂ, ഈ ഉണ്ട കൊണ്ട് ആളെ കൊല്ലാൻ പറ്റില്ല എന്ന് പറയുന്നു. കള്ളന്മാർ ഒന്നും വീട്ടിൽ കയറാതിരിക്കാൻ വേണ്ടിയാണ് അവർ ഈ തോക്ക് വെച്ച് കോമ്പൗണ്ടിൽ കടക്കുന്നവരെ വെടിവെക്കുന്നത്. അമ്മച്ചിയുടെ കയ്യിൽ പച്ച കളർ വെടിയുണ്ടയും ചുവപ്പ് കളർ വെടിയുണ്ടയും ഉണ്ട്. അതിൽ പച്ച കളർ ഉണ്ടയിൽ നിന്ന് വെടിശബ്ദവും ചുവപ്പ് കളർ ഉണ്ടയിട്ടാൽ അത് ആളെ കൊല്ലുമെന്നും അവർ ഷേർലിയോട് പറയുന്നുണ്ട്. അങ്ങനെ നാളുകൾ കടന്നുപോയിക്കൊണ്ടിരിക്കുകയാണ്. ഷേർലിയും അമ്മച്ചിയും ക്ലോസ് ആയി വന്നുകൊണ്ടേയിരുന്നു. ഷേർലി ബാലനെ അവർ താമസിക്കുന്ന സ്ഥലത്ത് നിന്ന് കുറച്ചു ദൂരെ മാറി ഒരു ജംഗ്ഷനിൽ നിന്നുകൊണ്ടാണ് സ്കൂൾ ബസ്സിൽ കയറ്റിവിടുന്നത്. അതുകൊണ്ട് അമ്മച്ചി എന്തിനാണ് ഇങ്ങനെ ചെയ്യുന്നതെന്ന് അവളോട് ചോദിക്കുന്നു. അവളുടെ കഴിഞ്ഞ ജീവിതത്തിൽ എന്തൊക്കെയോ പ്രശ്നങ്ങൾ ഉണ്ടെന്ന് മനസ്സിലാക്കിയ അവർ നിന്നെയും ബാലനെയും അന്വേഷിച്ച് ഇവിടെ ആരും വരില്ല എന്ന് അവളോട് ഉറപ്പു പറയുന്നു. അങ്ങനെ ഇരിക്കെ ഒരു ദിവസം ഷേർലി അവനെ കൂട്ടാൻ വേണ്ടി ബസ് സ്റ്റോപ്പിൽ എത്തുമ്പോൾ ബാലനെ അവിടെ കാണുന്നുണ്ടായിരുന്നില്ല. അവനെ കാണാത്തതിൽ ടെൻഷനായ ഷേർലി അവനെ അടുത്തൊക്കെ തിരയുന്നുണ്ട്. അപ്പോൾ അവിടെ ഉണ്ടായിരുന്ന ചില കുട്ടികളുടെ കൂടെ അവൻ കളിച്ചുകൊണ്ടിരിക്കുന്നത് അവൾ കാണുന്നു. ഇനി മുതൽ ഞാൻ എത്ര വൈകിയാലും നീ ഇവിടെ തന്നെ ഉണ്ടാകണമെന്നും അമ്മ തീർച്ചയായും വരുമെന്നും അവനോട് ഷേർലി പറയുന്നുണ്ട്. ഒരു ദിവസം രാത്രി അമ്മച്ചി തന്റെ കഥകളൊക്കെ ഷേർലിയുടെ അടുത്ത് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഷേർലി അവളെക്കുറിച്ച് ഒന്നും പറയാത്തത് കൊണ്ട് എന്തെങ്കിലും
എന്തെങ്കിലും പറയാൻ അമ്മച്ചി പറയുന്നു. അത് കേട്ട ഷേർലി തന്നെക്കുറിച്ച് ഒന്നും പറയാനില്ല എന്ന് പറഞ്ഞു. വീണ്ടും അമ്മച്ചി നിർബന്ധിച്ചപ്പോൾ അവൾ ഒരു കഥ പറയാമെന്ന് പറയുന്നു. ഒരിടത്തൊരു രാക്ഷസൻ ഉണ്ടായിരുന്നു. അയാൾ ഒരു പെൺകുട്ടിയെ പ്രണയം നടിച്ച് വിവാഹം ചെയ്ത് അടിമയാക്കി വെച്ചിരുന്നു. ആ രാക്ഷസൻ എപ്പോഴും ആ പെൺകുട്ടിയെ ഉപദ്രവിച്ചുകൊണ്ടേയിരുന്നു. അവൾ അവിടെ നിന്ന് രക്ഷപ്പെടാൻ കുറെ ശ്രമിച്ചിരുന്നു, പക്ഷെ അതിന് സാധിച്ചില്ല. അങ്ങനെ അവൾ രാക്ഷസന്റെ കൂടെ തന്നെ ജീവിക്കാൻ തുടങ്ങുന്നുണ്ട്. കുറെ കാലം കഴിഞ്ഞപ്പോൾ അവൾ ഗർഭിണിയാണെന്ന് മനസ്സിലാകുന്നു. ആ കുട്ടിയെ അയാളെ പോലെ ഒരു രാക്ഷസനോ അല്ലെങ്കിൽ അവളെ പോലെ ഒരു അടിമയോ ആക്കാൻ ആ പെൺകുട്ടി തയ്യാറായിരുന്നില്ല. അതുകൊണ്ട് ആ പെൺകുട്ടി ആ രാക്ഷസനെ കൊന്നു കുഴിച്ചിട്ട് അതിന്റെ മുകളിൽ ഒരു വാഴ വെക്കുന്നു. ആ കൊലപാതകം പിടിക്കപ്പെട്ട് അവൾ ജയിലിലാകുന്നു. അവിടെ വെച്ച് അവൾ ഒരു കുഞ്ഞിന് ജന്മം നൽകി. ആ കുട്ടിയെ നല്ല രീതിയിൽ വളർത്താൻ വേണ്ടി മാത്രമാണ് അവൾ ഇപ്പോൾ ജീവിക്കുന്നത്. അവൾ സ്വന്തം കഥയാണ് വേറൊരാളുടെ കഥ പോലെ അമ്മച്ചിയുടെ അടുത്ത് പറഞ്ഞത്. ഈ കഥ കേട്ട അമ്മച്ചിക്ക് അത് അവളുടെ കഥ തന്നെയാണെന്ന് മനസ്സിലായി. അപ്പോൾ അമ്മച്ചി, നീ ഇവിടെ തന്നെ നിൽക്കുന്നത് ഒരു ജോലിയായി കരുതിയാൽ മതി. ഞാൻ കുറച്ചു കാലം മാത്രമേ ജീവനോടെ ഉണ്ടാവുകയുള്ളൂ. ഞാൻ മരിച്ചാൽ ആരെയും വിവരം അറിയിക്കേണ്ട. എന്റെ മകനോട് പോലും പറയേണ്ട ആവശ്യമില്ല. ഞാൻ മരിച്ചു കഴിഞ്ഞാൽ എന്നെ ഈ വീട്ടിൽ തന്നെ കുഴിച്ചിട്ട് ഒരു വാഴയും വെക്കണം. അതിനുശേഷം നീയും നിന്റെ മകനും കൂടെ ഇവിടെ തന്നെ ജീവിച്ചോ, എങ്ങോട്ടും പോകേണ്ട ആവശ്യമില്ല എന്നൊക്കെ പറയുന്നു. ഇതൊക്കെ കേട്ട് ഷേർലി ഒന്നും തിരിച്ചു പറയുന്നില്ല. അതിനുശേഷം അമ്മച്ചി താൻ പറഞ്ഞ കഥകളിലെ പകുതി കാര്യങ്ങളും പുളുവാണെന്ന് പറഞ്ഞു ചിരിക്കുന്നു. ഷേർലി അവരുടെ കൂടെ ആ ചിരിയിൽ പങ്കുചേരുന്നുണ്ട്. അടുത്ത ദിവസം സ്കൂളിൽ നിന്ന് വന്ന ബാലൻ ഇനി ഏതെങ്കിലും പുതിയ കഥ പഠിക്കണോ അമ്മേ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഇനി നീ പുതിയ കഥയൊന്നും പഠിക്കണ്ട, സ്കൂളിൽ പഠിപ്പിക്കുന്നത് മാത്രം പഠിച്ചാൽ മതിയെന്ന് അവൾ പറഞ്ഞു. ഷേർലി ഇവിടെ തന്നെ നിൽക്കാൻ തീരുമാനിച്ചു എന്ന് നമുക്ക് മനസ്സിലാക്കാം. കുറച്ചു ദിവസം കഴിഞ്ഞ് ഷേർലി ടൗണിലെ ഒരു ഫാൻസി ഷോപ്പിൽ നിൽക്കുകയാണ്. അപ്പോൾ അവിടെ വെച്ച് അവളെ ഷംനാത്ത കാണുന്നു. ജയിലിൽ നിന്ന് ഇറങ്ങിയിട്ട് എന്താണ് അവരെ വിളിക്കാത്തതെന്ന് അവർ ചോദിക്കുന്നു. അപ്പോൾ ഷേർലി ഒന്നും മിണ്ടുന്നില്ല. ഇപ്പോൾ നീ വന്നില്ലേ, ഇനി നമുക്ക് ബിസിനസ് ചെയ്ത് കുറെ സമ്പാദിക്കാമെന്നൊക്കെ അവർ പറയുന്നുണ്ട്. ഇതൊന്നും കേൾക്കാൻ നിൽക്കാതെ പെട്ടെന്ന് അവരുടെ അടുത്ത് നിന്ന് ഓടി രക്ഷപ്പെടണമെന്ന ചിന്തയിൽ അവൾ അവിടെ നിന്ന് ഓടി ഒരു ബസ്സിൽ കയറി പോകുന്നു. അവൾക്ക് വല്ലാതെ ടെൻഷൻ ആകുന്നുണ്ട്. വീട്ടിലെത്തിയ ഉടനെ സാധനങ്ങളെല്ലാം പാക്ക് ചെയ്ത് അവിടെ നിന്ന് പോകാൻ വേണ്ടി റെഡിയാകുന്നു. അവിടെ നിന്ന് പോകണമെന്ന് കേട്ട ബാലൻ, ഞാൻ ഇവിടെ നിന്ന് വരുന്നില്ല, എനിക്ക് സ്കൂളിൽ പോകണമെന്ന് പറയുന്നുണ്ട്. അത് കേട്ട ഷേർലിക്ക് ദേഷ്യം വരുന്നുണ്ട്. മര്യാദയ്ക്ക് ഡ്രസ്സ് മാറ്റി ഇപ്പോൾ തന്നെ തന്റെ കൂടെ വന്നില്ലെങ്കിൽ അവനെ ഒറ്റയ്ക്കാക്കി പോകുമെന്ന് അവൾ അവനോട് പറയുന്നുണ്ട്. ബാലന്റെ അടുത്ത് ഇങ്ങനെയൊക്കെ പറഞ്ഞതിൽ അവൾക്ക് വല്ലാത്ത വിഷമമാകുന്നുണ്ട്. അതേസമയം അമ്മച്ചിക്ക് അസുഖം കൂടി. ശ്വാസം എടുക്കാൻ അവർ വല്ലാതെ ബുദ്ധിമുട്ടുകയാണ്. പെട്ടെന്ന് ഷേർലി ചെന്ന് ഇൻഹേലർ എടുത്തു കൊടുക്കുന്നുണ്ടെങ്കിലും അവർ അത് തട്ടിക്കളയുന്നു. എന്നിട്ട് അവളോട്, നീ ഇനി എങ്ങോട്ടും പോകണ്ട, ഇതിനൊരു അവസാനമില്ലേ, നീ നിന്റെ മകനെ കുറിച്ച് ആലോചിച്ച് ഇവിടെ തന്നെ നിൽക്ക്. ഇത് മരിക്കാൻ പോകുന്ന ഒരു സ്ത്രീയുടെ വാക്കാണെന്ന് കരുതിയെങ്കിലും അനുസരിക്കുക എന്ന് പറയുന്നു. അത്രയും പറഞ്ഞ ശേഷം അമ്മച്ചി മരിക്കുന്നു. അമ്മച്ചി മരിച്ചത് കണ്ട് ഷേർലി ഒത്തിരി കരയുന്നുണ്ട്. എന്നിട്ട് അവർ മരിച്ച കാര്യം ആരോടും പറയാതെ അവരെ വീട്ടുമുറ്റത്ത് തന്നെ കുഴിച്ചിട്ട് അതിന്റെ മുകളിൽ ഒരു വാഴ വെക്കുന്നു. ആ അമ്മച്ചി ഇല്ലാതെ തന്നെ ബാലനും ഷേർലിയും അവിടെ താമസിക്കാൻ തുടങ്ങുന്നു. അപ്പോൾ ഒരു ദിവസം അമ്മച്ചിയുടെ മകൻ വിളിച്ച് അവർ ഇപ്രാവശ്യം നാട്ടിൽ ലീവിന് വരുന്നില്ല എന്ന് പറയുന്നു. അപ്പോൾ അവൾക്ക് ആശ്വാസമാകുന്നുണ്ട്. അതേസമയം തന്നെ അവിടെ നിന്ന് മാങ്ങ മോഷ്ടിക്കാൻ വേണ്ടി കുറച്ച് പയ്യന്മാർ അവിടേക്ക് വരുന്നത് ഷേർലി കണ്ടു. വന്ന കുട്ടികളെ പേടിപ്പിക്കാൻ വേണ്ടി അവൾ തോക്കെടുത്ത് അതിൽ ഡമ്മി ബുള്ളറ്റ് ഇട്ട് വെടിവെച്ച് അവരെ ഓടിക്കുന്നു. ആ പയ്യന്മാരും ആ അമ്മച്ചിയാണ് വെടിവെക്കുന്നതെന്ന് വിചാരിച്ച് ഓടുകയാണ്. കുറച്ചുനാൾ കഴിഞ്ഞ് സാധാരണ പോലെ ബാലനെ സ്കൂളിൽ വിട്ട ശേഷം ഷേർലി വീട്ടിലേക്ക് നടന്നു വരികയാണ്. അപ്പോൾ ആരോ തന്നെ ഫോളോ ചെയ്യുന്നതായി അവൾക്ക് തോന്നി. അവൾ വീട്ടിലെത്തിയ ഉടനെ തന്നെ ഫോൺ അടിക്കുന്നുണ്ട്. ആരാണ് ഈ സമയത്ത് വിളിക്കുന്നതെന്ന് വിചാരിച്ച് അവൾ ഫോൺ എടുത്ത് നോക്കുമ്പോൾ അതിൽ ശബ്ദമൊന്നും കേൾക്കുന്നില്ലായിരുന്നു. അപ്പോൾ വീടിന്റെ കോണിംഗ് ബെൽ ആരോ അടിക്കുന്നു. അവൾ പോയി നോക്കിയപ്പോൾ അത് ഷംനത്തയാണ്. അത് കണ്ട് ഷേർലിക്ക് ഭയങ്കര ടെൻഷൻ ആകുന്നുണ്ട്. എന്നാലും അവൾ വാതിൽ തുറന്ന് അവരെ ഉള്ളിലേക്ക് തന്നെ കയറ്റുന്നു. ആരും അറിയാതെ ഇവിടെ ജീവിക്കാമെന്ന് വിചാരിച്ചതാണ്. ഷംനത്ത അവളെ കണ്ടുപിടിച്ച സ്ഥിതിക്ക് ഇനി എന്ത് ചെയ്യുമെന്ന് അവൾ ആലോചിക്കുന്നുണ്ട്. ഉള്ളിലേക്ക് വന്ന ഷംനത്ത, 5 വർഷം നിന്നെ ജയിലിൽ ഇത്ര നന്നായി നോക്കിയിട്ട് എന്നെ കണ്ടപ്പോൾ ഓടിപ്പോയ നീ എന്ത് ദുഷ്ടയാണ്, നിന്നെ വെച്ച് ഞാൻ എന്തൊക്കെ പ്ലാൻ ഇട്ടതാണ്, ഇപ്പോൾ നീ നല്ല സെറ്റപ്പ് ആയപ്പോൾ എന്നെ മറന്നു എന്നൊക്കെ പറയുന്നുണ്ട്. ഇപ്പോൾ ഉള്ള ഒരേ ഒരു പ്രശ്നമായ ഇവരെ കൊല്ലാമെന്ന് ഷേർലി ആലോചിക്കുന്നു. ചായ ഉണ്ടാക്കുമ്പോൾ അതിൽ വിഷം കലർത്തിയാലോ എന്നാണ് ഷേർലിയുടെ ചിന്ത. നിനക്കിവിടെ അടിപൊളി സെറ്റപ്പ് ഒക്കെ ആണല്ലോ, ഇവിടെ ഉണ്ടായിരുന്ന അമ്മച്ചി എവിടെ പോയെന്ന് ഷംനത്ത ചോദിക്കുന്നു. സുഖമില്ലാത്തതുകൊണ്ട് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആക്കി എന്ന് ഷേർലി പറഞ്ഞു. അത് കേട്ട് ഷംനത്ത, പുറത്തൊക്കെ പോലീസ് ശല്യമാണ്, നമുക്ക് ഇവിടെ വെച്ച് ബിസിനസ് നടത്താം, ഞാൻ എന്റെ പെൺകുട്ടികളെയൊക്കെ ഇവിടേക്ക് കൊണ്ടുവരാം, എന്നിട്ട് നമുക്കിവിടെ അടിച്ചു പൊളിക്കാമെന്ന് പറയുന്നുണ്ട്. അപ്പോഴേക്കും ഷേർലി അവർക്ക് ചായ കൊണ്ടു കൊടുക്കുന്നു. ഷേർലി ആ ചായയിൽ എന്തെങ്കിലും കലക്കിയിട്ടുണ്ടോ എന്ന് വിചാരിച്ച് ഷംനത്ത അത് കുടിക്കുന്നില്ല. അപ്പോൾ ഷേർലി തന്നെ അത് കുടിച്ചു കാണിക്കുന്നു. ഷംനത്ത് അതിനുശേഷം ചായ വാങ്ങിക്കൊണ്ട് ഫോണിൽ അവരുടെ കൂടെയുള്ള പെൺകുട്ടികൾക്ക് ഇങ്ങോട്ട് വരാനുള്ള വഴി പറഞ്ഞു കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. ഷേർലി അപ്പോൾ വേറൊരു വഴിയുമില്ലാതെ ആ വീട്ടിലെ ഗണ്ണെടുത്തു കൊണ്ടുവന്ന് അവരെ വെടിവെച്ച് കൊല്ലുന്നു. അവിടെ ഉണ്ടായിരുന്ന രക്തമെല്ലാം ക്ലീൻ ചെയ്തുകൊണ്ടിരുന്നപ്പോൾ വീണ്ടും ഒരു ഫോൺ വരുന്നുണ്ട്. ഷേർലി ഫോൺ എടുത്തപ്പോൾ അത് ഐപ്പായിരുന്നു.
അമ്മച്ചിയുടെ മകനും ഭാര്യയും സർപ്രൈസായി നാട്ടിൽ വരുന്നുണ്ടെന്ന് പറയാനാണ് അയാൾ വിളിച്ചത്. വീടും പരിസരവും എല്ലാം വൃത്തിയാക്കിയിടാനും കുറച്ചു സമയത്തിനുള്ളിൽ അവർ അവിടെ എത്തുമെന്നും അയാൾ പറഞ്ഞു. അത് കേട്ട് ഷേർലി ഇനി എന്ത് ചെയ്യുമെന്ന് അറിയാതെ പെട്ടെന്ന് തന്നെ ഫ്ലോറിൽ ഉണ്ടായിരുന്ന രക്തമെല്ലാം ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതേസമയം തന്നെ ബാലൻ സ്കൂൾ കഴിഞ്ഞ് സ്കൂൾ ബസ്സിൽ കയറി അമ്മ അവനെ കൂട്ടിക്കൊണ്ടുവരുന്ന സ്ഥലത്ത് നിൽക്കുകയാണ്. അവനോട് അവിടെ തന്നെ നിൽക്കാൻ പറഞ്ഞതുകൊണ്ട് അതനുസരിച്ച് അവൻ അമ്മയ്ക്ക് വേണ്ടി അവിടെ തന്നെ വെയിറ്റ് ചെയ്ത് നിൽക്കുന്നുണ്ട്. അപ്പോഴേക്കും അമ്മച്ചിയുടെ മകനും ഫാമിലിയും വീട്ടിലെത്തിയിരുന്നു. വീടിന്റെ ഫ്രണ്ടിൽ നിറയെ രക്തമായിരുന്നു. എന്തു ചെയ്യണമെന്നറിയാതെ ഷേർലി പേടിയോടെ തോക്കെടുത്ത് വാതിലിനരികിലേക്ക് നീട്ടി അകത്തേക്ക് വരുന്നവരെ വെടിവെച്ച് കൊല്ലാൻ വേണ്ടി നിൽക്കുകയാണ്. അപ്പോൾ ഐപ്പ് വന്ന് വാതിൽ തുറക്കുകയും വെടിവെച്ച ശബ്ദം കേൾക്കുകയും ചെയ്യുന്നു. ആരെങ്കിലും മരിച്ചോ ഇല്ലയോ എന്ന് വ്യക്തമല്ല. അതിനുശേഷം അവിടെ എന്താണ് ഉണ്ടായതെന്നറിയില്ല. പാവം ബാലനാകട്ടെ അമ്മയ്ക്ക് വേണ്ടി വെയിറ്റ് ചെയ്ത് അതേ സ്ഥലത്ത് തന്നെ നിൽക്കുകയാണ്. അവിടെ നിന്ന് സീൻ കട്ടായി അടുത്ത സീനിൽ ഒരു പോലീസ് സ്റ്റേഷനാണ് കാണിക്കുന്നത്. അവിടെ പവിത്രൻ എന്നൊരു പോലീസുകാരനുണ്ട്. ആളുകളോട് മുൻവൈരാഗ്യം വെച്ച് പെരുമാറുന്നവനാണ് അയാൾ. സ്വയം രക്ഷയ്ക്ക് വേണ്ടി ആരെയെങ്കിലും കരുവാക്കി രക്ഷപ്പെടാൻ മിടുക്കനാണ് അയാൾ. ആ പോലീസ് സ്റ്റേഷനിൽ ഒട്ടുമിക്ക ആളുകൾക്കും അയാളെ ഇഷ്ടമല്ല. പക്ഷെ അവിടെയുള്ള ഒരു സിസിലി എന്ന വനിതാ പോലീസുകാരിയുമായി അയാൾ പ്രണയത്തിലാണ്. അവിടെയുള്ള ഹെഡ് കോൺസ്റ്റബിൾ പവിത്രന്റെ കൂടെ ഇടപഴകുമ്പോൾ ശ്രദ്ധിച്ചു വേണമെന്നും അവൻ അത്ര വിശ്വസിക്കാൻ പറ്റുന്ന ആളല്ല എന്നും സിസിലിയുടെ അടുത്ത് പറയുന്നുണ്ട്. പവിത്രൻ തനിക്ക് ഇഷ്ടമില്ലാത്തവരെ മാത്രമേ ഉപദ്രവിക്കുകയുള്ളൂ എന്നും തന്നെ പവിത്രന് ഭയങ്കര ഇഷ്ടമാണെന്നും സിസിലി പറഞ്ഞിട്ട് അവിടെ നിന്ന് പോകുന്നു. ഒരു കുട്ടി കുറെ സമയമായി ബസ് സ്റ്റോപ്പിൽ നിൽക്കുന്നുണ്ടെന്ന് പറഞ്ഞ് പോലീസ് സ്റ്റേഷനിലേക്ക് ഒരു കോള് വരുന്നുണ്ട്. പവിത്രനോട് അവിടെ പോയി എന്താണ് നടക്കുന്നതെന്ന് നോക്കിയിട്ട് വരാൻ മേലുദ്യോഗസ്ഥൻ പറയുന്നു. അവിടെ ചെന്ന് നോക്കുമ്പോൾ ബാലൻ ഡ്രസ്സൊന്നുമില്ലാതെ അണ്ടർവെയറിൽ അവിടെ നിൽക്കുന്നുണ്ട്. പവിത്രൻ അവനോട് നീ ഏതാണ്, നിന്റെ പേരെന്താണ് എന്നൊക്കെ ചോദിക്കുന്നുണ്ടെങ്കിലും ബാലൻ അതിനൊന്നും പറയുന്നില്ലായിരുന്നു. ബാലൻ കുറെ സമയമായി അവിടെ ഒറ്റയ്ക്ക് നിൽക്കുന്നത് കണ്ട നാട്ടുകാരാണ് പോലീസിനെ വിളിച്ചത്. അവിടെ നിന്ന് ബാലൻ ഒന്നും പറയാത്തതുകൊണ്ട് അവനെയും കൊണ്ട് പവിത്രൻ പോലീസ് സ്റ്റേഷനിൽ എത്തുകയാണ്. അവിടെ വെച്ചും എല്ലാവരും അവനോട് അവന്റെ ഡീറ്റെയിൽസ് അറിയാൻ വേണ്ടി ചോദിക്കുന്നുണ്ടെങ്കിലും അവൻ അതിനൊന്നും ആൻസർ പറയുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ അവിടെ വന്ന SI ഇവൻ എന്താണ് ഡ്രസ് ഇല്ലാതെ നിൽക്കുന്നതെന്ന് പവിത്രന്റെ അടുത്ത് ചോദിക്കുന്നു. അവനെ ഇങ്ങനെ തന്നെയാണ് കിട്ടിയതെന്ന് പവിത്രൻ പറഞ്ഞു. അത് കേട്ട SI അവനെ ഇന്ന് രാത്രി പവിത്രന്റെ കൂടെ നിർത്താനും അവന് ഡ്രസ്സ് വാങ്ങിക്കൊടുക്കാനും പറയുന്നു. പവിത്രനും സിസിലിയും ബാലനെ കൂട്ടി പവിത്രന്റെ വീട്ടിലേക്ക് പോകുന്നുണ്ട്. പവിത്രൻ സിസിലിയെ വീട്ടിൽ കൊണ്ടുവിടാൻ പോയ സമയം നോക്കി ബാലൻ അവിടെ നിന്ന് രക്ഷപ്പെടാൻ നോക്കുന്നുണ്ടെങ്കിലും വാതിൽ പൂട്ടിയായിരുന്നു കിടന്നിരുന്നത്. അടുത്ത ദിവസം പവിത്രൻ ബാലനെയും കൊണ്ട് അവനെ കിട്ടിയ സ്ഥലത്തെത്തുകയാണ്. അവിടെ അടുത്തുള്ള കുറ്റിക്കാടിൽ നിന്ന് പവിത്രന് ബാലന്റെ സ്കൂൾ ബാഗും അതിനുള്ളിൽ നിന്ന് അവന്റെ യൂണിഫോമും കിട്ടുന്നുണ്ട്. ബാലന്റെ ഡ്രസ്സ് ആരും മൂരിക്കൊണ്ടു പോയതല്ലെന്നും അവൻ ആളെ തിരിച്ചറിയാതിരിക്കാൻ വേണ്ടി ഡ്രസ്സും ബാഗും ഉപേക്ഷിച്ചതാണെന്നും പവിത്രന് മനസ്സിലാകുന്നു. ബാലന്റെ കാര്യത്തിൽ എന്തോ അസ്വാഭാവികത തോന്നിയ പവിത്രൻ അവനെക്കുറിച്ച് അന്വേഷിക്കാൻ തീരുമാനിക്കുന്നുണ്ട്. അയാൾ SIയുടെ അടുത്ത് ബാലനെക്കുറിച്ച് കുറച്ച് സംശയങ്ങൾ ഉണ്ടെന്നും അത് അന്വേഷിക്കാൻ സമ്മതിക്കണമെന്നും പറയുന്നു. SI ടെസ്റ്റ് എഴുതിയെന്ന് വെച്ച് നീ CID കളിക്കാതെ സ്കൂളിൽ പോയി അഡ്രസ് എടുത്ത് അവനെ വീട്ടിലാക്കാൻ SI പറയുന്നുണ്ട്. സ്കൂളിൽ നിന്ന് കിട്ടിയ അഡ്രസ്സിൽ പോയി പവിത്രൻ അന്വേഷിക്കുമ്പോൾ ഈ അഡ്രസ്സിലുള്ള കുട്ടി കുറച്ചു നാളുകൾക്ക് മുൻപ് ആക്സിഡന്റിൽ മരിച്ചതാണെന്നും അവരുടെ മാതാപിതാക്കൾ ദുബൈയിൽ സെറ്റിൽഡ് ആണെന്നും അറിയുന്നു. അത് കേട്ട പവിത്രൻ ബാലന്റെ പിന്നിൽ വേറെ എന്തോ രഹസ്യമുണ്ടെന്നും അത് കണ്ടുപിടിക്കണമെന്നും വിചാരിക്കുന്നു. ബാലനെ സിസിലിയെ നോക്കാൻ ഏൽപ്പിച്ചിട്ടാണ് പവിത്രൻ ഈ അന്വേഷണത്തിന് ഇറങ്ങിയത്. പോലീസ് സ്റ്റേഷനിൽ ബാലൻ സിസിലിയുടെ കൂടെ ഒളിച്ചു കളിക്കുകയായിരുന്നു. ആ ഒളിച്ചുകളിക്കിടയിൽ ബാലൻ പോലീസ് സ്റ്റേഷന്റെ മതിലിലുള്ള ഒരു ദ്വാരത്തിലൂടെ അവിടെ നിന്ന് രക്ഷപ്പെട്ടിട്ടുണ്ടാവും. സിസിലി ബാലനെ കുറെ നോക്കുന്നുണ്ടെങ്കിലും അവനെ കാണുന്നില്ല. ഇതറിഞ്ഞ SI പവിത്രനോട് ദേഷ്യപ്പെടും. കാരണം കുട്ടിയെ നോക്കാൻ വേണ്ടി പവിത്രനെയാണല്ലോ ഏൽപ്പിച്ചിരുന്നത്. അപ്പോൾ പവിത്രൻ തന്റെ കയ്യിൽ നിന്നല്ല കുട്ടി നഷ്ടപ്പെട്ടത്, സിസിലിയുടെ കയ്യിൽ നിന്നാണ് കുട്ടി നഷ്ടപ്പെട്ടതെന്ന് പറയുന്നു. അപ്പോൾ സിസിലിക്ക് പവിത്രന്റെ അടുത്ത് ഭയങ്കര ദേഷ്യം തോന്നുന്നുണ്ട്. സിസിലിക്കെതിരായി അവൻ എന്തെങ്കിലും ചെയ്യുമെന്ന് അവൾ ഒരിക്കലും വിചാരിച്ചിരുന്നില്ല. ഈ സംഭവത്തിന് ശേഷം സിസിലിയുടെയും പവിത്രന്റെയും പ്രണയം ബ്രേക്കപ്പ് ആകുന്നു. ബാലൻ കാരണമാണ് ഇത് സംഭവിച്ചതെന്ന് വിചാരിച്ച് ബാലന്റെ അടുത്ത് ഇതിന് റിവഞ്ച് ചെയ്യണമെന്ന് പവിത്രൻ വിചാരിക്കുന്നുണ്ട്. അടുത്ത സീനിൽ 6 വർഷങ്ങൾക്ക് ശേഷമുള്ള ഒരു ദിവസമാണ് കാണിക്കുന്നത്. ബാലൻ ഒരു ബസ്സിൽ പോവുകയാണ്. ആ ബസ് ഒരു സ്റ്റോപ്പിൽ നിർത്തുമ്പോൾ അതാണ് തന്റെ അമ്മ തന്നെ കൂട്ടാൻ വന്നിരുന്ന ബസ് സ്റ്റോപ്പ് എന്ന് തിരിച്ചറിഞ്ഞ ബാലൻ അവിടെ ഇറങ്ങുന്നു. എന്നിട്ട് അവന്റെ ഓർമ്മയിലുള്ള വഴിയിലൂടെ അവർ താമസിച്ചിരുന്ന അമ്മച്ചിയുടെ വീട്ടിലേക്ക് പോകുന്നു. ആ വീടിന്റെ അടുത്തെത്തി നോക്കിയപ്പോൾ അത് വർഷങ്ങളായി അടച്ചിട്ട പോലെ കാടുപിടിച്ച് കിടക്കുകയാണ്. കുറെ വർഷമായി അവിടെ ആൾതാമസമില്ല എന്ന് വീട് കണ്ടാൽ മനസ്സിലാകും. അപ്പോൾ അവൻ ആ വീടിനടുത്തുള്ള കനാലിൽ ഇരിക്കുന്ന പയ്യന്മാരുടെ അടുത്ത് പോയി ആ വീട് പൂട്ടിക്കിടക്കുന്നത് എന്താണെന്ന് ചോദിക്കുന്നു. ആ വീട്ടിൽ ഇപ്പോൾ ആരും ജീവനോടെ ഇല്ല. ആദ്യം അവിടെ ഒരു പ്രായമായ സ്ത്രീ മാത്രമായിരുന്നു ഉണ്ടായിരുന്നത്. അവരെ നോക്കാൻ വേണ്ടി വന്ന ഹോം നേഴ്സ് അവരെ കൊന്നു. അവിടേക്ക് വന്ന അമ്മച്ചിയുടെ മകനെയും ആ ഹോം നേഴ്സ് വെടിവെച്ചിട്ടു. പിന്നെ പോലീസുകാർ വന്ന് അവരെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോവുകയും ചെയ്തു. ഇതൊക്കെ ആ പയ്യന്മാർ ബാലനോട് വിശദീകരിച്ച് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. തന്റെ അമ്മയെക്കുറിച്ച് എന്തെങ്കിലും അറിയണമെങ്കിൽ പോലീസ് സ്റ്റേഷനിൽ തന്നെ പോകണമെന്ന് ബാലന് മനസ്സിലായി. അവൻ വർഷങ്ങൾക്ക് മുമ്പ് ഓടിപ്പോയ പോലീസ് സ്റ്റേഷനിൽ അമ്മയെ അന്വേഷിക്കാൻ എത്തുന്നു. അപ്പോൾ അവിടെ SI ആയിരിക്കുന്നത് പവിത്രനാണ്. കോൺസ്റ്റബിൾ ആയിരുന്ന പവിത്രൻ പഠിച്ചിപ്പോൾ SI ആയി മാറിയിരുന്നു. പവിത്രന് ബാലനെ കണ്ടിട്ട് ആദ്യം മനസ്സിലാകുന്നില്ലായിരുന്നു. അപ്പോൾ ബാലൻ ഞാനാണ് വർഷങ്ങൾക്ക് മുമ്പ് ഈ പോലീസ് സ്റ്റേഷനിൽ നിന്ന് ഓടിപ്പോയ പയ്യൻ എന്ന് പറയുമ്പോൾ അവനെ ആളെ മനസ്സിലാകുന്നുണ്ട്. സിസിലിയെ പവിത്രൻ നഷ്ടപ്പെടാൻ കാരണക്കാരനായ ബാലനോട് അയാൾക്ക് ഇപ്പോഴും വെറുപ്പാണ്. അവനോട് റിവഞ്ച് ചെയ്യാൻ വേണ്ടി വർഷങ്ങളായി കാത്തിരിക്കുകയാണ് പവിത്രൻ. അമ്മയെ കണ്ടുപിടി
കണ്ടുപിടിക്കാൻ സഹായിക്കാൻ ബാലൻ പവിത്രനോട് പറയുമ്പോൾ അയാൾ സഹായിക്കില്ല. അപ്പോൾ ബാലൻ വേറൊരു പോലീസുകാരന്റെ സഹായത്തോടെ അവന്റെ അമ്മയെ കണ്ടുപിടിക്കാൻ ശ്രമിക്കുന്നു. ബാലൻ അവന്റെ അമ്മയുടെ ജയിലിലെ വിവരങ്ങൾ ഒരാളിൽ നിന്ന് കിട്ടുന്നുണ്ട്. അമ്മ ജയിലിൽ പോയ ശേഷം 2 വട്ടം ജയിൽ ചാടാൻ നോക്കിയിരുന്നു. അവിടെ ഉണ്ടായിരുന്ന 7-8 ആളുകളെ അമ്മ കുത്തി പരിക്കേൽപ്പിച്ചിരുന്നു. ജയിലിൽ വെച്ച് എപ്പോഴും മകനെ കാണണമെന്ന് പറഞ്ഞ് അവർ പ്രശ്നമുണ്ടാക്കുമായിരുന്നു. അവരുടെ ഈ സ്വഭാവം കാരണം അവരെ മെന്റൽ ഹോസ്പിറ്റലിലേക്ക് മാറ്റി. ഇതെല്ലാം അറിഞ്ഞ ബാലനും ആ പോലീസുകാരനും കൂടി മെന്റൽ ഹോസ്പിറ്റലിൽ എത്തുന്നു. അവിടെ അന്വേഷിച്ചപ്പോൾ 2 വർഷം അമ്മ അവിടെ ഉണ്ടായിരുന്നുവെന്നും അത് കഴിഞ്ഞ് ബ്രദർ എന്ന് പറഞ്ഞ ഒരാൾ അവരെ കൂട്ടിക്കൊണ്ടുപോയി എന്നും പറയുന്നു. പവിത്രനാണ് തന്റെ അമ്മയെ കൂട്ടിക്കൊണ്ടുപോയതെന്ന് ബാലൻ അവിടെ നിന്ന് മനസ്സിലാകുന്നുണ്ട്. വേറൊരു വഴിയുമില്ലാതെ അവൻ വീണ്ടും പവിത്രന്റെ അടുത്തെത്തുന്നു. പിടിച്ചു വെച്ചിരിക്കുന്ന തന്റെ അമ്മയെ തനിക്ക് വിട്ടുതരാൻ അവൻ പവിത്രന്റെ അടുത്ത് പറയുന്നുണ്ട്. അതിനുവേണ്ടി അവൻ പവിത്രന്റെ അടുത്ത് കെഞ്ചുകയും ചെയ്യുന്നുണ്ട്. പക്ഷെ അയാൾ നിന്റെ അമ്മയെ എനിക്ക് വിട്ടുതരാൻ മനസ്സില്ല എന്നും നീ എന്ത് വേണമെങ്കിലും ചെയ്തോളാനും അവനോട് പറയുന്നു. അപ്പോൾ അവൻ നിങ്ങൾ അന്വേഷിക്കുന്ന ഒരാളെ ഞാൻ പിടിച്ചു തന്നാൽ അമ്മയെ എനിക്ക് തരാൻ പറ്റുമോ എന്ന് ചോദിക്കുന്നു. വാണ്ടഡ് ലിസ്റ്റിൽ അബ്ബാസ് എന്നൊരാളുടെ ഫോട്ടോ ഉണ്ടായിരുന്നു. അത് കാണിച്ചിട്ട് അയാളെ പിടിച്ചു തന്നാൽ എനിക്ക് എന്റെ അമ്മയെ തിരിച്ചു തരണമെന്ന് പവിത്രനോട് അവൻ പറയുന്നു. അതിനുശേഷം വർഷങ്ങൾക്ക് മുമ്പ് ബാലൻ പോലീസ് സ്റ്റേഷനിൽ വെച്ച് ഓടിപ്പോയ ദിവസത്തെ ഫ്ലാഷ് ബാക്ക് നമുക്ക് കാണാം. അബ്ബാസ് എന്നൊരാള് ലോറിയിൽ കയറാൻ വേണ്ടി ഓടുന്നത് കാണാം. കേരളത്തിൽ നിന്ന് സ്വർണ്ണാഭരണങ്ങൾ മോഷ്ടിച്ച് ആന്ധ്രാപ്രദേശിലേക്ക് പോകാനാണ് അയാൾ ആ ലോറിയിൽ കയറുന്നത്. ആ ലോറിയുടെ ഉള്ളിൽ പോലീസ് സ്റ്റേഷനിൽ നിന്ന് രക്ഷപ്പെട്ട ബാലനും ഇരിക്കുന്നുണ്ടായിരുന്നു. അബ്ബാസ് ബാലനെ കാണുന്നുണ്ടെങ്കിലും ലോറിക്കാരന്റെ റിലേറ്റീവ്സ് ആരെങ്കിലും ആണെന്ന് വിചാരിക്കുന്നു. ആ ലോറി കേരളം വിട്ട് ആന്ധ്രയിൽ എത്തിയിരുന്നു. അവിടെ ഏതോ ഒരു ഗ്രാമത്തിൽ ലോറി നിർത്തി. അവിടെ അബ്ബാസും ബാലനും ഇറങ്ങുന്നുണ്ട്. ബാലനെ കണ്ട ഡ്രൈവർ നീ ഏതാണ്, എന്തിനാണ് എന്റെ ലോറിയിൽ കയറിയതെന്ന് ചോദിച്ച് ബാലനെ ഓടിച്ചു വിട്ട് ലോറിയുമായി അവിടെ നിന്ന് പോകുന്നു. അബ്ബാസ് അവിടെ നിന്ന് പോകുമ്പോൾ ബാലൻ എവിടേക്ക് പോകണമെന്നറിയാതെ അബ്ബാസിന്റെ പിന്നാലെ തന്നെ പോവുകയാണ്. അബ്ബാസ് അവനോട് ദേഷ്യപ്പെട്ട് തന്റെ പിന്നാലെ വരരുതെന്ന് പറയുന്നു. അപ്പോൾ ബാലൻ എവിടെയോ പോയി ഒളിക്കുന്നുണ്ട്. അതേസമയം പോലീസുകാർ റൗണ്ട്സിന് വരികയാണ്. അബ്ബാസ് മോഷ്ടിച്ച തന്റെ കയ്യിലുള്ള സ്വർണ്ണാഭരണം വേസ്റ്റിലേക്ക് ഇടുന്നു. അവൻ മോഷ്ടിച്ചിട്ട് വരികയാണെന്ന് വിചാരിച്ച് പോലീസുകാർ അവനെ പരിശോധിക്കുന്നുണ്ട്. അവൻ എന്തോ വേസ്റ്റിലിടുന്നത് പോലീസുകാർ കണ്ടിരുന്നു. അവർ അവിടെ പരിശോധിക്കുന്നുണ്ടെങ്കിലും ഒന്നും കിട്ടുന്നില്ല. അതുകൊണ്ട് പോലീസുകാർ അവനെ വിട്ടിട്ട് പോകുന്നു. തിരിച്ചുപോയി അബ്ബാസ് ആ വേസ്റ്റിൽ പരിശോധിക്കുന്നുണ്ടെങ്കിലും അവിടെ സ്വർണം കാണുന്നില്ലായിരുന്നു. പോലീസുകാരുടെ കയ്യിൽ ആ സ്വർണം പെടാതിരിക്കാൻ ബാലൻ അതെടുത്തു വെച്ചിരുന്നു. അത് അവൻ അബ്ബാസിന് കൊടുക്കുന്നുണ്ട്. അതുകൊണ്ട് അബ്ബാസ് അവന് പൈസ കൊടുക്കുന്നുണ്ടെങ്കിലും അവൻ അത് വേണ്ട എന്ന് ബാലൻ പറയുന്നു. അപ്പോൾ അബ്ബാസ് പിന്നെ നിനക്ക് എന്താണ് വേണ്ടതെന്ന് ചോദിക്കുമ്പോൾ അവന് അമ്മയെ മതി എന്ന് പറയുന്നു. ബാലൻ നടന്ന കഥകളെല്ലാം അബ്ബാസിന്റെ അടുത്ത് പറയുന്നുണ്ട്. സ്കൂളിൽ നിന്ന് പിക്ക് ചെയ്യാൻ അമ്മ വന്നില്ല. അതുകൊണ്ട് പോലീസുകാർ അവനെ പിടിച്ചു. പിന്നെ പോലീസുകാരുടെ കയ്യിൽ നിന്ന് രക്ഷപ്പെട്ട് അവൻ ഇവിടെ എത്തി. എല്ലാ കഥയും അബ്ബാസിന് മനസ്സിലാകുന്നു. അമ്മയെ കണ്ടുപിടിക്കണമെങ്കിൽ ആ സ്ഥലത്തിന്റെ പേരെങ്കിലും അറിയണമായിരുന്നു. അതും ബാലൻ അറിയില്ല. അപ്പോൾ അവനോട് അബ്ബാസ് പേര് ചോദിക്കുന്നു. അതിനും അവന് ഉത്തരമില്ലായിരുന്നു. അവൻ ഇട്ടിരുന്ന ടീഷർട്ടിന്റെ പിറകിൽ പവിത്രൻ എന്ന് എഴുതിയത് കൊണ്ട് അവന് പവിത്രൻ എന്ന് അബ്ബാസ് പേരിടുന്നു. അബ്ബാസ് അമ്മയെ കണ്ടുപിടിച്ചു തരാമെന്ന് പറഞ്ഞ് അവനെ കൂട്ടി വീട്ടിലേക്ക് പോകുന്നു. ബാലൻ അബ്ബാസിന്റെ കൂടെ തന്നെ താമസിക്കുകയാണ്. അബ്ബാസ് അവന്റെ അമ്മയെ കണ്ടുപിടിക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും ഒരു തുമ്പും അയാൾക്ക് കിട്ടുന്നില്ല. തിരിച്ചു വന്ന അയാൾ അവന് ഡ്രസ്സൊക്കെ വാങ്ങിക്കൊടുത്ത് അവനെ കൂടെ തന്നെ നിർത്തുന്നു. അമ്മയെ കണ്ടുപിടിക്കണമെങ്കിൽ ഒത്തിരി ചിലവ് വരുമെന്നും അതിനുവേണ്ടി അധ്വാനിക്കണമെന്നും പറഞ്ഞ് അവനെ ഒരു ബാറിൽ ജോലിക്ക് വേണ്ടി അബ്ബാസ് ചേർക്കുന്നു. അങ്ങനെ ആ ജോലി ചെയ്ത് അവൻ അബ്ബാസിന്റെ കൂടെ ജീവിക്കുന്നു. ആ ബാറിന്റെ ഓണർ ബാലനെ അയാൾക്ക് കൊടുക്കുമോ എന്ന് ചോദിക്കുമ്പോൾ അവനെ വിൽക്കാനുള്ളതല്ല എന്ന് അബ്ബാസ് പറയുന്നുണ്ട്. അബ്ബാസ് ബാലനെ വെച്ച് മോഷണവും കഞ്ചാവ് വിൽക്കൽ പോലെയുള്ള ഇല്ലീഗൽ ആക്ടിവിറ്റീസും ചെയ്യുന്നുണ്ട്. അവൻ എപ്പോഴും അമ്മയെ വേണമെന്ന് പറയുമ്പോൾ ഞാൻ കണ്ടുപിടിച്ചു തരാമെന്നും അബ്ബാസ് പറയും. അബ്ബാസ് അമ്മയെ കിട്ടുന്നത് വരെ ഞാനാണ് നിന്റെ അച്ഛൻ എന്ന് പറഞ്ഞ് അവനെ മകനെ പോലെ തന്നെ നോക്കുന്നുണ്ട്. അങ്ങനെ വർഷങ്ങൾ കഴിഞ്ഞു. ബാലൻ വളർന്നു വലിയ പയ്യനായി. ബാലന് ബാംഗ്ലൂർ ജോലി കിട്ടിയെന്നും അങ്ങോട്ട് പോകണമെന്നും അബ്ബാസിന്റെ അടുത്ത് പറയുന്നു. അവനോട് ഇവിടെ തന്നെ നിൽക്കാനാണ് അബ്ബാസ് പറയുന്നത്. നിനക്ക് നിന്റെ അമ്മയെ കണ്ടുപിടിക്കണ്ടേ? നീ എവിടെയെങ്കിലും പണിക്ക് പോയാൽ എങ്ങനെ കണ്ടുപിടിക്കും? അങ്ങനാണ് അയാൾ ചോദിക്കുന്നത്. നിനക്ക് ആരുമില്ലാതിരുന്നപ്പോൾ ഞാൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, എന്നിട്ട് നീ എന്നെ വിട്ടുപോവുകയാണോ എന്നൊക്കെ പറയുന്നുണ്ട്. ബാലൻ ഇപ്പോഴും അമ്മയെ എങ്ങനെയെങ്കിലും കണ്ടുപിടിക്കണം എന്ന ആഗ്രഹമുണ്ട്. അബ്ബാസ് അടുത്ത ദിവസം ബാലന്റെ അടുത്ത് വന്ന് നീ ബാംഗ്ലൂർ പോകുന്നതിന് മുന്നേ അവസാനം ഒരു പണി ചെയ്യാമെന്ന് പറയുന്നു. അവസാനത്തെ പണി ചെയ്യാൻ വേണ്ടി ബാലൻ സമ്മതിക്കുന്നു. ആ പണിക്ക് വേണ്ടി കേരളത്തിലേക്ക് വന്നപ്പോഴാണ് അവൻ പണ്ട് താമസിച്ചിരുന്ന സ്ഥലം മനസ്സിലാക്കിയതും ആ ബസ് സ്റ്റോപ്പിൽ ഇറങ്ങിയതും. അവിടെ ഫ്ലാഷ് ബാക്ക് അവസാനിച്ച് പ്രസന്റ് ടൈമിലേക്ക് എത്തിയിരിക്കുന്നു. അടുത്ത സീനിൽ ബാലൻ അബ്ബാസിന്റെ അടുത്തേക്ക് അയാളുള്ള പഴയ വീട്ടിലേക്ക് വരികയാണ്. അവനെ കണ്ട ഉടനെ അബ്ബാസ് നീ എവിടെയായിരുന്നു, നീ എങ്ങോട്ടാണ് ആരോടും പറയാതെ ഇറങ്ങിപ്പോയതെന്ന് ചോദിക്കുന്നു. അപ്പോൾ ബാലൻ ഒന്നും മിണ്ടുന്നില്ല. എന്നിട്ട് അബ്ബാസ് നമ്മൾ ഇവിടെ വന്നത് എന്തിനാണെന്ന് അറിയാമോ? നിന്റെ അമ്മയെ കിട്ടി. നീ എന്റെ കൂടെ കൂടിയ ശേഷം കുറച്ചു നാൾ കഴിഞ്ഞ് കേരളത്തിൽ വന്ന് അന്വേഷിച്ചപ്പോൾ നിന്റെ അമ്മ ജയിലിലാണെന്ന് അറിയാൻ കഴിഞ്ഞു. അവരുടെ ശിക്ഷ കഴിഞ്ഞ് നിന്നെ സർപ്രൈസായി കാണിക്കാമെന്നാണ് ഞാൻ വിചാരിച്ചത്. അപ്പോഴേക്കും നിന്റെ അമ്മയെ പവിത്രൻ എന്നൊരാൾ കൊണ്ടുപോയി. ആരാണ് ഈ പവിത്രൻ എന്ന് അബ്ബാസ് ചോദിക്കുന്നു. അപ്പോഴേക്കും പോലീസുകാർ ആ വീട് വളഞ്ഞെന്ന് അബ്ബാസിന്റെ കൂടെയുള്ള ആൾ വിളിച്ചു
പറയുന്നു. ബാലനാണ് തന്നെ ഒറ്റിയതെന്ന് അബ്ബാസിന് മനസ്സിലാകുന്നുണ്ട്. നീ എന്തിനാണ് ഇങ്ങനെ ചെയ്തതെന്ന രീതിയിൽ ബാലനെ നോക്കി അയാൾ വീടിന് പുറത്തേക്ക് ഇറങ്ങുന്നു. അപ്പോഴേക്കും പവിത്രൻ അവിടെ എത്തി അബ്ബാസിനെ പിടിക്കുന്നു. പോലീസുകാർ അബ്ബാസിനെ കൊണ്ടുപോകുന്ന വഴി അയാൾ പവിത്രൻ നിനക്ക് നിന്റെ അമ്മയെ തരുമെന്ന് തോന്നുന്നുണ്ടോ എന്ന് ബാലന്റെ അടുത്ത് ചോദിക്കുന്നു. അപ്പോൾ ബാലൻ ഓടിച്ചെന്ന് അബ്ബാസിന്റെ അടുത്ത് ക്ഷമ ചോദിച്ചു. പെറ്റമ്മയ്ക്ക് വേണ്ടി വളർത്തച്ഛനെ ഒറ്റുന്നതിൽ കുഴപ്പമില്ല എന്ന് പറഞ്ഞ് അബ്ബാസ് അവനെ സമാധാനിപ്പിക്കുന്നു. അബ്ബാസിനെ കൊണ്ടുപോയ ഉടനെ തന്റെ അമ്മയെ തിരിച്ചു തരാൻ പവിത്രനോട് ബാലൻ പറയുന്നു. ഞാൻ നിന്റെ അമ്മയെ ഒരിക്കലും തിരിച്ചു തരില്ല. എനിക്ക് സിസിലിയെ കിട്ടാത്തതുപോലെ നിനക്ക് നിന്റെ അമ്മയും കിട്ടില്ല. വേണമെങ്കിൽ ഞാൻ നിന്റെ അമ്മയെ കാണിച്ചു തരാമെന്ന് പവിത്രൻ പറയുന്നു. എന്നിട്ട് പവിത്രൻ ബാലനെയും കൊണ്ടൊരു ഭ്രാന്താശുപത്രിയിലേക്ക് പോകുന്നു. അവിടെയുള്ള സെല്ലിന്റെ അവസാന റൂമിൽ അവന്റെ അമ്മയുണ്ടെന്ന് പറഞ്ഞ് അവനെ അങ്ങോട്ട് വിടുന്നു. ബാലൻ ലാസ്റ്റ് സെല്ലിൽ പോയി നോക്കുമ്പോൾ അവിടെ മുടിയഴിച്ചിട്ട് ഭ്രാന്തമായ രീതിയിൽ ഒരു സ്ത്രീ ഉണ്ടായിരുന്നു. അവർ തിരിഞ്ഞ് അവന്റെ അടുത്തേക്ക് നടന്നു വന്നപ്പോൾ ഒന്നും മിണ്ടാതെ ബാലൻ അവിടെ നിന്ന് ഓടിപ്പോവുകയാണ് ചെയ്തത്. എന്താണ് നടക്കുന്നതെന്ന് പവിത്രന് മനസ്സിലാകുന്നില്ല. ഇവിടെയാണ് ഈ സിനിമയുടെ ഏറ്റവും വലിയ ട്വിസ്റ്റ് നടക്കുന്നത്. പവിത്രൻ വർഷങ്ങളായി അടച്ചിട്ടിരുന്നത് ബാലന്റെ അമ്മയല്ലായിരുന്നു, മറിച്ച് ഒറിജിനൽ ഷേർലിയെ ആയിരുന്നു. ബാലന്റെ അമ്മ ID കാർഡ് എടുത്തത് ബസ് സ്റ്റോപ്പിൽ ഉണ്ടായിരുന്ന ഭ്രാന്തിയായ ഷെർലിയുടെ കയ്യിൽ നിന്നായിരുന്നല്ലോ. അവർ ആ ഒറിജിനൽ ഷെർലിയെ അമ്മച്ചിയുടെ വീട്ടിൽ ആരും അറിയാതെ താമസിപ്പിച്ചിരുന്നു. എന്തെങ്കിലും ഇതുപോലെ എന്തെങ്കിലും പ്രശ്നമുണ്ടായാൽ അവിടെ ഒറിജിനൽ ഷെർലിയെ താമസിപ്പിക്കുന്നത് യൂസ്ഫുൾ ആകുമെന്ന് അമ്മ കരുതി. അമ്മ വീട്ടിലേക്ക് കയറി വന്ന ഐപ്പിന് നേരെ ഒറിജിനൽ ഷെർലിക്ക് തോക്ക് കൊടുത്ത് നിർത്തുകയും അവരെ വെടിവെപ്പിക്കുകയും ചെയ്തിരുന്നു. അങ്ങനെ ചെയ്ത് അമ്മ അവിടെ നിന്ന് രക്ഷപ്പെട്ടിരുന്നു. തോക്ക് പിടിച്ചു നിന്നിരുന്ന ഒറിജിനൽ ഷെർലിയെ കുറ്റക്കാരി എന്ന് പറഞ്ഞ് പോലീസുകാർ കൊണ്ടുപോവുകയും ചെയ്തിരുന്നു. പവിത്രനും ഒറിജിനൽ ഷെർലിയാണ് ബാലന്റെ അമ്മ എന്ന് വിചാരിച്ച് അവരെ പിടിച്ചുവെച്ചു. ഇതൊക്കെ ആദ്യമേ കണ്ട് പ്ലാൻ ചെയ്ത ആ അമ്മയുടെ മാസ്റ്റർ മൈൻഡ് ഭയങ്കര തന്നെ. ഒറിജിനൽ ഷേർലിയെ ആ സെല്ലിന്റെ ഉള്ളിൽ കണ്ട ബാലന് തന്റെ അമ്മ ഇപ്പോഴും പുറത്ത് തന്നെ കാത്തിരിപ്പുണ്ടാകുമെന്ന് മനസ്സിലായി. അങ്ങനെ അവിടെ നിന്ന് അവൻ ഓടി ആ സ്കൂൾ ബസ് നിർത്തുന്ന സ്റ്റോപ്പിലെത്തുന്നു. എത്ര വൈകിയാലും അമ്മ വരും, നീ ഇവിടെ തന്നെ ഉണ്ടാകണമെന്ന് അമ്മ പറഞ്ഞ വാക്കുകൾ അവൻ ഓർക്കുകയാണ്. അവൻ അവിടെ പോയി ഇരുന്ന് കുറച്ചു കഴിഞ്ഞപ്പോൾ ആരോ അവന്റെ തോളിൽ കൈവെക്കുന്നു. അതാരാണെന്ന് അവൻ തിരിഞ്ഞു നോക്കിയപ്പോൾ ബാലൻ അമ്മയെ കാണുന്നു. ബാലൻ എന്തായാലും ഈ സ്ഥലത്ത് വരുമെന്ന് പ്രതീക്ഷിച്ച് കഴിഞ്ഞ 6 വർഷങ്ങളായി അവർ ഇവിടെ പശു മേയ്ക്കുന്ന ജോലി ചെയ്തുകൊണ്ടാണ് ഇരുന്നത്. ബാലനെ കണ്ട അമ്മ കരയുന്നുണ്ട്. എത്ര വൈകിയാലും ഇവിടെ തന്നെ നിൽക്കണമെന്ന് അമ്മ പറഞ്ഞതല്ലേ എന്ന് അമ്മ ബാലനോട് ചോദിക്കുന്നു. അപ്പോൾ ബാലൻ, എന്താണമ്മേ നമ്മുടെ പുതിയ കഥ, എന്താണമ്മേ എന്റെ പുതിയ പേര് എന്ന് ചോദിക്കുന്നു. അമ്മ പറയാമെന്ന് പറയുന്നതോടെ ഈ സിനിമ ഇവിടെ അവസാനിക്കുകയാണ്. ഇതുപോലെയുള്ള മൂവി എക്സ്പ്ലനേഷൻ കാണാൻ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇനിയൊരു പുതിയ വീഡിയോയുമായിട്ട് വരുന്നവരെ ടേക്ക് കെയർ ആൻഡ് ബൈ.